తెలుగు కేరళలోని అంగమాలిలో గజరాజు బీభత్సం సృష్టించింది. కిడంగూర్ మహావిష్ణు ఆలయంలో స్వామివారి సేవల నిమిత్తం తీసుకువచ్చిన మయనాడ్ పార్థసారథి అనే ఏనుగు హఠాత్తుగా ఆగ్రహానికి గురై విధ్వంసం చేసింది. తనను ఆలయానికి తీసుకువచ్చిన లారీ డ్రైవర్ విష్ణుపై దాడి చేయడంతో అతను అక్కడికక్కడే మృతి చెందాడు. అంతటితో ఆగకుండా ఆ ఏనుగు పార్కింగ్ లో ఉన్న కార్లను తొండంతో పైకెత్తి పల్టీలు కొట్టించింది. పలు ద్విచక్ర వాహనాలను ధ్వంసం చేసింది. ఆలయ ప్రాంగణం గోడను కూల్చివేసి చెట్లను విరిచి పారేసింది. సమాచారం అందుకున్న అటవీ శాఖ అధికారులు, పోలీసులు ఘటనా స్థలానికి చేరుకుని సుమారు 2 గంటల పాటు శ్రమించి మత్తుమందు ఇంజెక్షన్లు ఇచ్చి ఏనుగుని అదుపులోకి తీసుకువచ్చారు. ఈ ఘటనతో స్థానికంగా భయాందోళనలు నెలకొన్నాయి. മാത്രം വയലന്റ് ആണ് ഈ ആന. സമീപ പ്രദേശത്തുള്ള ഈ പന്തല്, അതോടൊപ്പം വാഹനങ്ങൾ, ആളുകൾക്ക് നേരെ, അതോടൊപ്പം മരങ്ങൾ, ഇതൊക്കെ ആക്രമിക്കാനുള്ള ഒരു ഭയമാണ് ഇപ്പോൾ പാർത്ഥസാരഥി ഉള്ളത്. അതിനെ തളർത്തുക എത്രത്തോളം എത്തിയിട്ടുണ്ട്. വളരെ പൂർണ്ണമായും തകർത്തതാണ് എന്താണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീണ്ടും തകർക്കുകയാണ്. ആദ്യം ഒരുവട്ടം അതിനുശേഷം വീണ്ടും അത് പിന്നെയും സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലും ആനയെ തളയ്ക്കാനാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ ഈ പ്രദേശത്തെ ആളുകൾക്ക് വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തത ആർക്കും വന്നിട്ടില്ല. ആ കാറ് പൂർണ്ണമായും, അതായത് കാറ് ആ വീടിൻ്റെ മതിലിനോട് ചേർന്ന് ആ കാറ് ഇന്ത്യ തള്ളി കൊണ്ടുവന്ന് അവിടെ ഇട്ടിപ്പോൾ അത് വീണ്ടും ചവിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും മടക്കിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ പാപ്പാന്മാരും അതോടൊപ്പം ടാസ്ക് ഫോഴ്സ് ആളുകളും അല്ലാതെ മറ്റു ആർക്കും അങ്ങോട്ട് കളിക്കാൻ പറ്റും. അവരും പോലും വളരെ ഒരു 150 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ഒക്കെ അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ആ വീടിൻ്റെ അതിലൊക്കെ പൂർണ്ണമായും ഒരു ഭയങ്കര വൈകിട്ട് മോശമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് കാര്യത്തിൽ വെച്ചു ഭയങ്കര ആശങ്ക ഇവിടെ നിന്ന് ഇത് കാണുമ്പോഴുണ്ട്. കാരണം തൊട്ട് സമീപത്തൊക്കെ വീടുകളും അതിൻ്റെ പദ്ധതികളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് സ്ഥിതിഗതികൾ രൂക്ഷമായിട്ട് ഏകദേശം 9:30 മണിക്കൂർ നമുക്ക് മനസ്സിലാവും. വൈൽഡ് സ്വഭാവത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. അതിനകത്താണ് ഈ പാപ്പാനെയും അതോടൊപ്പം തന്നെ മറ്റൊരാളെയും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയത്. എന്നിട്ടും അതിന്റെ കൈ